പറയുന്നത് തന്നെ മലയാളികളുടെ ഒരു വികാരം തന്നെയല്ലേ. അതിനിപ്പോൾ എവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ പോയി കാണുമല്ലേ. പണ്ടൊന്നും എനിക്ക് ഉത്സവങ്ങളോട് അത്ര ക്രേസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഉറക്കമൊഴിഞ്ഞിരിക്കാനുള്ള മടി കാരണം കണ്ടോ കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ഉത്സവങ്ങളൊക്കെ കാണാനും ഉറക്കമൊഴിഞ്ഞിരുന്ന് ഈ തിറയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഏട്ടൻ്റെ തറവാട്ടിലെ ഉത്സവം കാണാൻ വേണ്ടി വന്നതാട്ടോ. ഇത് അരിക്കിലാടത്ത് അമ്പലമാണ്. ഇത് പൊയിൽക്കാവിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഫസ്റ്റ് വർഷമാണ് എനിക്ക് ഇവിടുത്തെ ഉത്സവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ പ്രഗ്നൻ്റ് ആയി അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് മോളെ ഫസ്റ്റ് ഉത്സവമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഉത്സവം കാണാൻ വേണ്ടി വന്നതാണ്. താലപ്പൊലി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലീവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താലപ്പൊലി ഒന്നും എടുക്കാൻ പറ്റില്ല. താലപ്പൊലിയൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു തിറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏതൊക്കെ തിറകളാണെന്ന് പോലും അങ്ങനെ അറിയില്ല. അതൊക്കെ ഏട്ടൻ പറഞ്ഞു തന്നതെന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല. ഒന്നാമത് നമ്മളെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് ഇരിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിരുന്ന് തിറയൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം മോളുള്ളതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് അങ്ങനെ എനിക്കിരുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഇരുന്ന് കണ്ടു. ഏറ്റവും മെയിനായിട്ടുള്ളൊരു തിറ ഉണ്ട്. അത് ഏതാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതാട്ടോ. നല്ല അടിപൊളി തിറയാണത്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അത് നടക്കുന്നത് പുലർച്ചെ 2 മണിക്കാണ് ആ തിറ ആരംഭിക്കുന്നത് കേട്ടോ. 2 മണി മുതൽ രാവിലെ വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓൾറെഡി താലപ്പൊലിയും അരങ്ങോലും ഒക്കെ വന്നു കഴിഞ്ഞു. ചെണ്ടകൊട്ടും പിന്നെ നമുക്ക് തറകൾ ഓരോന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗുളികൻ തറയാട്ടോ. ഇതിൽ നമുക്ക് ഇതേപോലെ തറേൻ്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് പട്ട് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗുളികൻ തറയനോട് പറഞ്ഞ് അവരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. അതേപോലെ പട്ട് എന്തെങ്കിലും കൊടുക്കാൻ നേർച്ചുണ്ടെങ്കിലൊക്കെ അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഈ ഒരു തിറയുടെ ഇതെന്ന് പറയുന്നത്. സത്യം പറയാൻ എനിക്കങ്ങനെ ഒരുപാട് തിറേണ്ടതൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. കാരണം തറവാട്ട് അമ്പലമല്ലേ, നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ തൊട്ടടുത്ത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉറങ്ങാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ പോയി കിടന്നു. പിന്നെ അതുപോലെ തന്നെ പുലർച്ചയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തത്. കാരണം അത് കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിപ്പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഈ തിറയും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഏത് ഉത്സവപ്പറമ്പ് പോയാലും മിസ് ചെയ്യാത്തൊരു കാര്യങ്ങളുണ്ടാവും, അവിടുത്തെ ചന്ത. ഇവിടെ ചെറിയ രീതിയിൽ ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചന്തയിലൊന്ന് തിരിഞ്ഞിങ്ങനെ നടന്ന് കുറച്ച് 2-3 കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള തിറ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്ന